പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ്, അബ്ബാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്തും കർത്താവിന് നന്ദി പറഞ്ഞ് നമ്മൾ രാവിലെ ഉണർന്നു. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങൾക്കായിട്ട് നമ്മൾ പുറപ്പെട്ടു. നമ്മളായിരുന്ന ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ പകൽക്കാലം കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയച്ച് നമ്മളെ സഹായിച്ചു. ദൈവിക പ്രൊട്ടക്ഷനിൽ നമ്മളെ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറ, കർത്താവേ, കഴിഞ്ഞ രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരം ഉയർത്തി ഒന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരങ്ങളെ ഉയർത്തി പറഞ്ഞാണ്ട്, എൻ്റെ കർത്താവ് നല്ലവനല്ലോ, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നു. ആ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി മഹാത്ഭുതത്തെ ചെയ്യുന്ന കർത്താവിനെ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ആമേൻ. ഇന്നത്തെ പകൽക്കാലം നമുക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറയുക, 99-ാം സങ്കീർത്തനം, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. കർത്താവ് കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. കർത്താവ് പരിശുദ്ധൻ എന്നിങ്ങനെ അവർ കർത്താവിൻ്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ഈ നല്ല കർത്താവിനെ ആരാധിപ്പാൻ ദൈവദൂതന്മാരോട് ഒരുമിച്ച് ഹല്ലേലൂയ 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 നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അക്കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ സൈന്യത്തോട് ചേർന്നതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും നന്ദി, എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം, ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്തു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച ഈ പദവിക്കായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുക. കർത്താവേ, ഓരോ പ്രിയപ്പെട്ട മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ വിട്ടുമാറട്ടെ. സ്വർഗീയ സൗഖ്യം യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആ പിതാവിൽ നിന്നുള്ള ഞങ്ങളുടെ സൗഖ്യം, ഞങ്ങളുടെ അവകാശമാകുന്ന സൗഖ്യം ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായി ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യമാകട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യമാകട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, ജോലിയുടെ ആവശ്യങ്ങളിൽ കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇടപെടണം. സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ നടക്കണം. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ വിഷയത്തിൽ യേശുവിൻ നാമത്തിൽ ഒരു വലിയ അത്ഭുതം ഇന്നത്തെ പകൽക്കാലം നടക്കട്ടെ. പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. ആമേൻ. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നമുക്ക് പ്രത്യേക ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വലത്തുകരം ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ്
മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ മഹത്വം ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ജനത്തെ കൂട്ടിവരുത്തുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സാഹചര്യവും സമയവും ഉണ്ടെങ്കിൽ നിശ്ചയമായി ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക. അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 35-36 വാക്യങ്ങൾ അവിടെ പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു. 36-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും പരദൂഷണം പറയാൻ പാടില്ല, അല്ലെങ്കിൽ അപവാദം പറയാൻ പാടില്ല, മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയാൻ പാടില്ല. ഇതാണ് കർത്താവ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന ആലോചന. അതായത് ഈ പരദൂഷണം, അപവാദം, ഏഷണി എന്നൊക്കെ പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. വളരെ അപകടകരമെന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ആർക്കും ദോഷം ചെയ്യുന്ന വാക്കുകൾ നമ്മുടെ ലൈഫിൽ പറയാൻ പാടില്ല, ആർക്കും വിരോധമായി സംസാരിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഉള്ളിൽ നല്ലതുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഉള്ളിൽ തിന്മയായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അറിയാതെ എന്തു ചെയ്യും? തിന്മ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. ഈ സദൃശവാക്യം 16:28 ഇങ്ങനെ പറയുന്നുണ്ട്, വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ ബന്ധങ്ങളെ തമ്മിൽ ഭേദിപ്പിക്കുന്നു, മിത്രങ്ങളെ തമ്മിൽ ഭേദിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ബന്ധങ്ങളെ തകർത്ത് കളയും ഈ ഏഷണി പറയുന്നവർ. എന്ത് ചെയ്യുന്നു? അവർ ഈ വേണ്ടാതീനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ ബന്ധങ്ങളെ എന്ത് ചെയ്യും? തകർത്ത് കളയും. ഇപ്പം നമ്മൾ മറ്റൊരാളെക്കുറിച്ച് വേറൊരാളോടൊരു കുറ്റം പറഞ്ഞു കൊടുക്കുമ്പോൾ, കുറവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുക. അങ്ങനെ ഒത്തിരി ബന്ധങ്ങൾ പലയിടങ്ങളിൽ തകർന്നുപോയി. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അയൽക്കാർ തമ്മിലുള്ള ബന്ധം, സാഹോദര്യ ബന്ധങ്ങളെ കൊളീഗ്സുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഏഷണികൾ പറയുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ ഏഷണി എന്ന് പറയുന്നത് അത് എന്താണ്? അത് ഡേഞ്ചറസ് ആണ്, അത് ദോഷകരമാണ്. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമ്മൾ ഒരാളെക്കുറിച്ചൊരു അപവാദം, ഒരു ഏഷണി, അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം പറഞ്ഞ് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത് അവരെ തമ്മിൽ അകറ്റി, ഒരിക്കൽ ഇത് തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മേലുള്ള അവരുടെ ട്രസ്റ്റ് നഷ്ടപ്പെടും. പിന്നെ നമ്മളെ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ ആരെക്കുറിച്ചും കുറവ് പറയത്തില്ല. ഞാൻ ആരുടെയും കുറവോ കുറ്റമോ പറയാൻ എന്നെ കിട്ടത്തില്ല. കാരണം അത് ദൈവം ആഗ്രഹിക്കാത്ത കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ശാപത്തെ വലിച്ചു വെക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ തിന്മ കൊണ്ടുവരുന്നതാണ്. അത് നമുക്ക് പിന്നീട് ദോഷകരമായ ഒരു ഹാർവെസ്റ്റിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ ആരെക്കുറിച്ചും ഏഷണി പറയാൻ, അപവാദം പറയാൻ, ഇല്ലായ്മ പറയാൻ പാടില്ല. നമ്മൾ രണ്ടുപേർ സംസാരിക്കുമ്പോൾ നമ്മുടെ നടുവിലില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അവരുടെ കുറവുകൾ പറയാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ എന്തായിരിക്കണം, ഒരു പ്രിൻസിപ്പിളാക്കി മാറ്റണം. യാക്കോബിന്റെ ലേഖനം 1:28 പറയുന്നില്ലേ, ഒരുത്തൻ ഭക്തൻ എന്ന് നടിച്ചിട്ട് അവന് തൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോയാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗോസിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിലാണ് ചെയ്യുന്നത്. ഹൃദയത്തിനകത്ത് മുറിവുണ്ടാക്കുക. ഈ മുറിവുകൾ എന്ത് പറ്റും? നാളുകൾ എടുക്കും ചിലപ്പോൾ ഈ മുറിവുകൾ കരിയുവാനായിട്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമ്മൾ ഈ ഏഷണി പറയുമ്പോൾ, അപവാദം പറയുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുക ചെയ്ത്. കാരണം ദൈവത്തിൻ്റെ മകനെ അല്ലെങ്കിൽ മകൾക്കെതിരെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് പറ്റുന്നു? അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മൾ വീട്ടിലിരുന്ന് പറയുമ്പോഴും, നമ്മുടെ ഓഫീസിൽ ഇരുന്ന് പറയുമ്പോഴും, നമ്മുടെ വാഹനത്തിൽ നിന്ന് പറയുമ്പോഴും ഒക്കെ ഇത് കേൾക്കുകയും
കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതൊരു ഉപദേശമായി, കർത്താവ് തരുന്ന ഉപദേശമായി എടുക്കുക. ഞാൻ മറ്റൊരാളുടെ കുറവ് പറയാൻ ഇനി എന്നെ കിട്ടത്തില്ല. എൻ്റെ നാവ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കത്തില്ല. പിശാചിന് ഫലം കായ്ക്കുന്ന ഒരു അവയവമായി എൻ്റെ നാവ് മാറത്തില്ല. പിശാചാണ് അപവാദി, അവനാണ് അപവാദം പറയുന്നത്. അപ്പോൾ പിശാചിന് അപവാദം അല്ലെങ്കിൽ ഫലം കായ്ക്കാൻ പറ്റുന്ന ഒരു നാവാക്കി എൻ്റെ നാവിനെ ഞാൻ കൊടുക്കത്തില്ല എന്ന ഒരു തീരുമാനം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മക്കളെടുക്കുക. നിങ്ങളുടെ ജീവിതം അസാധാരണമായി അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിങ്ങൾ ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, കർത്താവേ, ഞാനിനി ഒരാളുടെയും കുറവോ കുറ്റമോ ഏഷണിയോ അവരുടെ സാന്നിധ്യമില്ലാതെ പറയത്തില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചേ, അത് നിങ്ങളുടെ ലൈഫിൽ അസാധാരണ ബ്ലെസ്സിങ്ങിനെ വിളിച്ചു വരുത്തും. അത് അനുഗ്രഹത്തെ അട്രാക്റ്റ് ചെയ്യുവാനിട വരും. അവരുടെ സാന്നിധ്യമില്ലാതെ ഞാൻ അവരുടെ കുറവ് പറയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് വിളിക്കുക, അവരോട് സംസാരിക്കുക, നേരിട്ട് സംസാരിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളെ ഒരിക്കലും തകർത്ത് കളയരുത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ നാവ് ദുഷ്ടന് ഒരവയവമായി തീരാതെ കർത്താവെ അങ്ങയുടെ അവയവമായി എൻ്റെ നാവിനെ തീർക്കുന്നതിനായി സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ നാവിൻ്റെ മേലൊരു കൺട്രോൾ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ അധരദ്വാരത്തെ കാക്കണം. അനാവശ്യമായത് സംസാരിക്കാൻ ഇടവരാതെ ഞങ്ങളുടെ നാവിനെ കർത്താവ് കണിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറയാം, കർത്താവിൻ്റെ തലയെ എണ്ണകൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞവയും നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അപവാദം, പരദൂഷണം, ഈ ഏഷണി പറച്ചിൽ വളരെ ഡേഞ്ചറസ് ആണ്. ദൈവം വെറുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് അതുണ്ടാകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക. God bless you. God bless you. God bless you.